സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ പ്രകൃതമാണ് ന്യായീകരിക്കുക, ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അത് ഒരു എവല്യൂഷണറി പ്രോസസ്സിലൂടെ മനുഷ്യനിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സൈക്കയിൽ, നമ്മുടെ ഹ്യൂമൻ നേച്ചറിൽ വന്ന് രൂപപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആദിമ മനുഷ്യർ ഗോത്രങ്ങളിൽ ജീവിച്ചിരുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയിട്ട്, എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ട് അതിൻ്റെ പേരിൽ ആ ഗോത്രത്തിൽ നിന്ന് പുറത്താവുക എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് തുല്യമാണ് അന്ന് കാലത്ത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ, ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സാഹചര്യങ്ങളുടെ മേൽ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ മേൽ ഒക്കെ വെച്ച് തന്നെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളത് അന്ന് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ, അതിജീവനത്തിൻ്റെ ആവശ്യമായിരുന്നു. അങ്ങനെ മനുഷ്യൻ്റെ പ്രകൃതിയിൽ രൂപപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അത് ഇന്ന് നമ്മുടെ സൈക്കോളജിയിലൊക്കെ ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതിന് നമുക്കറിയാം, നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോരുത്തർക്കും അവരെ പറ്റി ഓരോ ഇമേജുണ്ട്. ഞാനിങ്ങനെയാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ട് ആ ഇമേജ് തകർക്കപ്പെടുന്ന, മറ്റുള്ളവർ നോക്കുമ്പോൾ ആ ഇമേജിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഇമേജ് നമ്മളിലുണ്ടാകും എന്ന് വരുമ്പോൾ അത് എൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല, എൻ്റെ ചുറ്റുമുള്ള ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ വേറൊരാൾ കാരണമാണ് അത് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നത് എൻ്റെ പാളിച്ച കൊണ്ട് എൻ്റെ ഇമേജ് എനിക്ക് നഷ്ടപ്പെടാനായിട്ട് ഇടവരരുത് എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ എപ്പോഴും തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്ന, എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അതിനെ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ തലയിൽ വെച്ച്, അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ മേൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഇങ്ങനെയാണ്, സമൂഹത്തിൽ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ, ഈ സമയം തന്നെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഒരിക്കലെങ്കിലും ജസ്റ്റിഫൈ ചെയ്യാതെ, നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തികൾ ജസ്റ്റിഫൈ ചെയ്യാതെ ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ ഉറപ്പിക്കാം, ജസ്റ്റിഫിക്കേഷൻ നടത്തുക, ന്യായീകരിക്കുക, നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്, ഒരു ഹ്യൂമൻ നേച്ചറാണ്, സ്വാഭാവികമായിട്ടുള്ള ഒരു റെസ്പോൺസാണ്. എനിക്കൊരു തെറ്റ് പറ്റി, അതറിയാവുന്ന ഒരാളുടെ മുമ്പിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് ഈ പശ്ചാത്തലത്തിൽ വരാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഈശോയും പത്രോസും തമ്മിലുള്ള സംഭാഷണമാണ്. ഈശോ പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3 പ്രാവശ്യമാണ് ചോദിക്കുന്നത്. ഈശോയുടെ ഈ ചോദ്യത്തിൻ്റെ മുന എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പത്രോസിന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമുക്കും അറിയാം എങ്ങോട്ടേക്കാണ് ആ മുന പോകുന്നത്. 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞ ആ സംഭവത്തിലേക്കാണ്. കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം തള്ളിപ്പറയും എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ പത്രോസ് തള്ളിപ്പറഞ്ഞ സംഭവത്തിലേക്കാണ്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് 3 പ്രാവശ്യം ഈശോ ചോദിക്കുമ്പോൾ അതിൻ്റെ മുന പോകുന്നത്. അത് പത്രോസിനും അറിയാം. പത്രോസ് ചെയ്ത ഒരു തെറ്റ് സൂചിപ്പിക്കപ്പെടുകയാണ് അവിടെ. ഈശോ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു തെറ്റ് മനുഷ്യർക്ക് സംഭവിച്ചാൽ ആ തെറ്റിനെ പറ്റി സംസാരിക്കാൻ പിന്നെ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് അതിനെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്.
പത്രോസിന് അങ്ങനെ ഒരു സാഹചര്യമാണ് വന്ന് നിൽക്കുന്നത്. ഈശോയുമായിട്ട് സംസാരിക്കുമ്പോൾ അവൻ്റെ തെറ്റിനെ പറ്റിയാണ് സൂചന. സ്വാഭാവികമായും പത്രോസ് ഒരു മനുഷ്യ പ്രകൃതിക്കനുസരിച്ച് ഈശോയോട് പറയേണ്ടിയിരുന്ന മറുപടി എന്ന് പറയുന്നത്, അന്ന് അങ്ങനെ ഒരു തെറ്റ് എനിക്ക് പറ്റിയത്, നിന്നെ തള്ളിപ്പറയാനായിട്ട് ഇടവന്നത് ആ സാഹചര്യങ്ങൾ കൊണ്ടാണ്. ആ തണുത്തുറഞ്ഞ രാത്രിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ പത്രോസിന് പറയാമായിരുന്നു. അതുമല്ലെങ്കിൽ പത്രോസിന് പറയാം, അത് തന്ത്രപരമായി ഞാൻ എടുത്തൊരു തീരുമാനമാണ്. അവിടെ വെച്ച് നിന്നെ അറിയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ പടയാളികൾ പിടിച്ച് കെട്ടിക്കൊണ്ടുപോകും. പിന്നെ നിന്റെ ഒപ്പം വരാനായിട്ട്, നിന്നെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെയൊക്കെ പത്രോസിന് പറയാമായിരുന്നു. അതാണ് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതി. പക്ഷേ ഈശോയുടെ മുമ്പിൽ പത്രോസ്, ഉദ്ധിതനായ കർത്താവിൻ്റെ മുമ്പിൽ പത്രോസ് ഇതിന് മറുപടി പറയാനായിട്ട് അവസരം കിട്ടുമ്പോൾ പത്രോസ് യാതൊരു ന്യായീകരണങ്ങളും നടത്തുന്നില്ല എന്നുള്ളതാണ്. നോ ജസ്റ്റിഫിക്കേഷൻസ്. ഒരു ന്യായീകരണവും പത്രോസ് നടത്തുന്നില്ല. ഒരു ഹ്യൂമൻ നേച്ചറിൻ്റെ മുകളിലേക്ക് പത്രോസ് കടക്കുകയാണ്. പത്രോസ് എന്താണ് പറയുന്നത്? പത്രോസിൻ്റെ മറുപടി, നിനക്കെല്ലാം അറിയാൻ പാടില്ലേ? നിനക്കെല്ലാം അറിയാം. ഏറ്റുപറച്ചിലാണ്. നിനക്കെൻ്റെ അകവും പുറവും അറിയാം എന്നുള്ള ഒരൊറ്റ ഏറ്റുപറച്ചിലിൽ അവസാനിക്കുകയാണ് പത്രോസിൻ്റെ മറുപടി. മനോഹരമാണത്. ന്യായീകരണങ്ങളുടെ മനുഷ്യ പ്രകൃതിയെ അതിജീവിച്ച് ഉദ്ധിതനായ കർത്താവിൻ്റെ മുമ്പിൽ അവൻ ഏറ്റുപറയുകയാണ്, നിനക്കെല്ലാം അറിയാം, എൻ്റെ അകവും പുറവും നിനക്ക് അറിയാം. ആ മനോഭാവത്തിലേക്ക് പത്രോസ് വളരുന്നതുകൊണ്ടാണ് തൻ്റെ കുറവുകൾ പത്രോസ് ഒരു പക്ഷേ ആ കുറവുകളെ ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ, ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്ന കാര്യം, നമ്മൾ ന്യായീകരിക്കാനായിട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ന്യായീകരിക്കുന്ന മനുഷ്യർക്ക് തിരുത്താനായിട്ടുള്ള മനസ്സുണ്ടാവില്ല എന്നുള്ളതാണ്. എപ്പോഴും ന്യായീകരണം നടത്തുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തിരുത്തി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത 40% കുറവായിരിക്കും എന്നുള്ളതാണ്. അത് ശരിയാണ്. കാരണം നമ്മൾ ഒരു തെറ്റ് പറ്റിയത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ആ തെറ്റിൻ്റെ കാരണത്തെ ബാഹ്യ സാഹചര്യങ്ങളിൽ മറ്റാളുകളുടെ മേൽ, അല്ലെങ്കിൽ ലോകം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തെറ്റംഗീകരിക്കുന്നില്ല. തെറ്റംഗീകരിക്കാത്തിടത്തോളം കാലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ തെറ്റിനെ മാറ്റി ഒരു വളർച്ച ഉണ്ടാകില്ല എന്നുള്ളത് കോമൺ സെൻസാണ്. അതുപോലെ തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്, രണ്ട് വ്യക്തികൾ തമ്മിൽ നിരന്തരം ഈ ന്യായീകരണത്തിൻ്റെ ശൈലിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വരികിൽ എന്താ സംഭവിക്കുക? കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും പരസ്പരം ചിന്തിക്കുന്ന എന്താണ്, ഇവനോടൊരു കാര്യവും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കാരണം എന്ത് പറഞ്ഞാലും അവനത് ന്യായീകരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? പതുക്കെ പതുക്കെ ആശയവിനിമയം അവർ തമ്മിലുള്ളത് അവസാനിക്കും. കാരണം ഇവനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, എന്ത് പറഞ്ഞാലും എന്ത് തിരുത്താൻ ശ്രമിച്ചാലും അത് ന്യായീകരിക്കാൻ മാത്രമാണ് അവൻ പരിശ്രമിക്കുക, അല്ലെങ്കിൽ അവൾ പരിശ്രമിക്കുക. അതുകൊണ്ട് ആശയവിനിമയം കുറയും എന്നുള്ളതാണ്. പത്രോസ് ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കാതെ ആ ഏറ്റുപറച്ചിൽ, നിനക്കെല്ലാം അറിയാം എന്ന് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് നിൽക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത്, തൻ്റെ തെറ്റ് തിരുത്താനായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി നഗ്നനായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. തൻ്റെ തെറ്റുകൾ തിരുത്താനായിട്ട്, കുറവുകൾ ഉണ്ട് എന്നുള്ള ഏറ്റുപറച്ചിൽ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുക. ആ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് ആ തെറ്റുകൾ തിരുത്തി കുറെ കൂടെ മികച്ചൊരു മനുഷ്യനായിട്ട് മാറാനുള്ള ഒരു തുറവിയോടുകൂടിയാണ് ന്യായീകരിക്കാത്ത പത്രോസ് നിൽക്കുന്നത്. വലിയ ആശയവിനിമയത്തിൻ്റെ സാധ്യതയാണ്. ന്യായീകരണങ്ങളില്ലാത്ത മനുഷ്യനായതുകൊണ്ട് തന്നെ ദൈവത്തിന് അവനുമായിട്ട് സംസാരിക്കാം. പ്രാർത്ഥനയിൽ വലിയ വളർച്ച ഉണ്ടാകുന്നത് അപ്പോഴാണ്. അങ്ങനെ പത്രോസ് നിന്നതുകൊണ്ടാണ് പരാജിതനായിരുന്നൊരു മനുഷ്യനെ ഈശോ സഭയുടെ താക്കോല് ഏൽപ്പിക്കുന്നത്. ഈശോ പറയുന്നത്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. പരാജയപ്പെട്ട മനുഷ്യനാണ്.
തന്നെ തള്ളിപ്പറഞ്ഞ മനുഷ്യനാണ്. അവനെ ഈ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കാനായിട്ട് ഈശോയ്ക്ക് ധൈര്യം ലഭിക്കുന്നത് അവൻ ന്യായീകരണങ്ങൾ നടത്താതെ തുറവിയോടുകൂടി, തെറ്റുകൾ തിരുത്താനുള്ള മനസ്സോടുകൂടി, ഈശോ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ആശയവിനിമയത്തിൻ്റെ മനസ്സോടുകൂടി അവന് നിൽക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ന്യായീകരണങ്ങളുടെ മനുഷ്യരാണ് നമ്മളൊന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ തന്നെ ഇന്ന് തന്നെ എത്രയോ വട്ടം നമ്മൾ ന്യായീകരണങ്ങൾ നടത്തി എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇവിടെയാണ് പത്രോസിനെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ന്യായീകരണങ്ങളില്ലാതെ, ജസ്റ്റിഫിക്കേഷൻസ് ഇല്ലാതെ, നിനക്കെല്ലാം അറിയാം, എൻ്റെ അകവും പുറവും നിനക്കറിയാം എന്നുള്ള മനോഭാവത്തോടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ, പരാജയങ്ങൾ, പാളിച്ചകൾ, ബലഹീനതകൾ അതൊക്കെ ഉൾക്കൊള്ളാൻ, വിനയത്തോടെ അത് മനസ്സിലാക്കാൻ, അംഗീകരിക്കാൻ, ആ മനസ്സിലാക്കി അംഗീകരിച്ച കാര്യങ്ങളിന്മേൽ ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി മാറ്റം വരുത്താൻ, കുറെ കൂടെ നല്ല വ്യക്തിയായിട്ട് മാറാൻ, വളരാൻ നമുക്ക് സാധിക്കുന്നതും അവിടുന്ന് നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ. പത്രോസിന് സഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചെങ്കിൽ നമുക്ക് നമ്മെ ഏൽപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമായിരിക്കും, നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്വമായിരിക്കും, ഇടവകയുടെ ഉത്തരവാദിത്വമായിരിക്കും. എന്ത് ഉത്തരവാദിത്വമായിക്കൊള്ളട്ടെ, ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പാകത്തിന് വളരാൻ നമുക്ക് സാധിക്കുന്നത് ഈ തുറവിയോടുകൂടി, ജസ്റ്റിഫിക്കേഷൻസ് ഇല്ലാതെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുമ്പോഴാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ്, ഈ ന്യായീകരണങ്ങളില്ലാതെ നിൽക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്വരം പ്രാർത്ഥനയിൽ, നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ അത് കേൾക്കാനായിട്ട് പറ്റില്ല. ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെങ്കിൽ പിന്നെ കർത്താവ് പോലും നമ്മോട് സംസാരിച്ചെന്ന് വരില്ല. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് എപ്പോഴാണ്? അതെപ്പോഴാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്? ഈ ന്യായീകരണങ്ങളില്ലാത്ത മനസ്സോടുകൂടി, തുറവിയോടുകൂടി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ്. ഇത് കർത്താവിൻ്റെ മുമ്പിൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു തുറവിയോടുകൂടിയാണ് നിൽക്കേണ്ടത്. ന്യായീകരണങ്ങളില്ലാതെ, ജസ്റ്റിഫിക്കേഷൻസിൻ്റെ മനുഷ്യരാകാതെ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ കുറേ കൂടെ ശക്തിപ്പെടുന്നത് കാണാൻ നമുക്ക് സാധിക്കും. ജീവിത പങ്കാളികൾ തമ്മിൽ വഴക്കിട്ടിട്ട് അതിൽ തെറ്റുപറ്റിയ ആള് മറ്റേയാളുടെ അടുത്ത് ചെന്ന് താൻ ചെയ്തു പോയ തെറ്റിനെ ന്യായീകരിച്ച് 10 കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ എത്രയോ മനോഹരവും എത്രയോ ഫലപ്രദവുമാണ് എനിക്ക് തെറ്റിപ്പോയി, നിനക്കറിയാമല്ലോ എന്നെ, ഞാൻ ആരാണെന്ന് നിനക്ക് പൂർണ്ണമായിട്ടും അറിയാമല്ലോ എന്ന് വിനയത്തോടുകൂടി, എളിമയോടുകൂടി ജീവിത പങ്കാളിയുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുമ്പോൾ അവിടെ ഈ ബന്ധങ്ങളിലെ മരവിപ്പുകളൊക്കെ അലിഞ്ഞ് മാറി ആ ബന്ധം കൂടുതൽ അനുരഞ്ജനത്തിലേക്കും കൂടുതൽ ദൃഢമായ സ്നേഹത്തിലേക്കുമൊക്കെ വരുന്നത് അപ്പോഴാണ്. നേരെ മറിച്ച് ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാൽ ന്യായീകരണങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഇഷ്ടം പോലെ കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ ന്യായീകരണങ്ങൾ കണ്ടെത്തുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഈ ജീവിത പങ്കാളികൾ പരസ്പരം ന്യായീകരണങ്ങൾ കണ്ടെത്തുമ്പോൾ അവരുടെ ഇടയിൽ അല്ലെങ്കിൽ അവരൊരു മതിലാണ് പണിതു തീർക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പത്രോസിൻ്റെ ഈ മനോഹരമായിട്ടുള്ള ഈ മനോഭാവം, ന്യായീകരണങ്ങളില്ലാതെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന, അതുവഴിയായി കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കുന്ന, അതുവഴിയായി ജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റി വിജയത്തിൻ്റെ മനുഷ്യനായി ഒരു വളർച്ചയിലേക്ക്, തെറ്റുകളെ മാറ്റി നന്മകളുടെ വളർച്ചയിലേക്ക് നടക്കുന്ന ഒരു മനുഷ്യനായിട്ട് പത്രോസ് മാറും കണക്ക് നമ്മുടെ ജീവിതത്തിലും തുറവിയോടുകൂടി, കർത്താവേ നിനക്കെല്ലാം അറിയാം, എന്നെപ്പറ്റി എൻ്റെ അകവും പുറവും നിനക്കറിയാമല്ലോ എന്ന മനോഭാവത്തോടെ ന്യായീകരണങ്ങൾ നടത്താതെ കർത്താവിൻ്റെ മുമ്പിലും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ മകൻ്റെ, എൻ്റെ മകളുടെ, എൻ്റെ സഹോദരങ്ങളുടെ, എൻ്റെ മാതാപിതാക്കളുടെ ഒക്കെ മുമ്പിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുമ്പോൾ നമ്മൾ മതിൽക്കെട്ടുകൾ പണിയുന്നതിൽ നിന്ന് മാറി കൂടുതൽ ദൃഢമായ ആഴമുള്ള സ്നേഹബന്ധങ്ങൾ രൂപീകരിക്കുന്ന മനുഷ്യരായിട്ട് മാറും എന്നുള്ള അറിവോടെ നമുക്ക് ജീവിക്കാം.